പാർലമെന്റിൽ ഇന്ന് രണ്ടു പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നു. അതിലൊന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ബില്ല. എന്താ നമ്മളുമായി ബന്ധപ്പെട്ട ബിൽ? നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണല്ലോ. പക്ഷേ ഇംഗ്ലീഷുകാർ കേരള എന്നാണ് എഴുതി വെച്ചിരുന്നത്. കേരള എന്നത് മാറി കേരളം ആവുന്ന ദിവസമാണ് ഇന്ന്. കേരളം. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തും. രണ്ട് ബില്ലുകൾ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേരുമാറ്റൽ ബില്ലും ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും അജണ്ടയിലുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ആവർത്തിക്കും. അയോധ്യ സംഭാവന കൊള്ളയും ആയുധമാക്കും. അതിനിടെ FCRA ബില്ലിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട NCP SP MPമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഇന്ന് സംഭവബഹുലമാകുമല്ലോ പാർലമെന്റ്. ഒന്ന്, അമിത്ഷാ എത്താൻ പോകുന്നു. ഇത്രയും ദിവസങ്ങളായി വർഷകാല സമ്മേളനത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നമ്മൾ കണ്ടില്ല. ഒരു സാന്നിധ്യം കൊണ്ടുപോലും നമ്മളെ ആശ്വസിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമിത്ഷാ ഇന്ന് പാർലമെന്റിലേക്ക് വരുന്ന ദിവസമാണ്. തീർച്ചയായും പ്രതിപക്ഷം പ്രതിഷേധമുണ്ടാക്കുമെന്നത് ഉറപ്പാണ്. മറുഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി മാറുന്ന ദിവസമാണ്. കേരളം ആയി മാറാൻ പോകുന്നു. അതേപോലെ FCRA ബില്ലിൽ വലിയ തർക്കവും പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സംഭവ ബഹുലമായിരിക്കുമോ ഇന്ന് പാർലമെന്റിലെ കാര്യങ്ങൾ? നോബൽ മാരിക്കാരൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പാർലമെന്റ് തന്നെ സംഭവബഹുലമാകാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. കാരണം നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സഭ ആരംഭിച്ച് ഇതുവരെ ഇരു സഭകളും എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം സഭയിൽ എത്താനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു. കാരണം പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ തന്നെ കേരള എന്ന് കേരളം ആക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് നേരത്തെ വന്നാൽ അതിന്നിപ്പോൾ ബില്ലായി അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിലാണ് ആ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ തന്നെയാണ് ഇന്നിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ബില്ലുകൾ ഉള്ളതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും എന്ന സൂചന എന്താണെങ്കിലും ലഭിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നേരത്തെ സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമിത്ഷായുടെ പേരിൽ ചില ബില്ലുകൾ വന്നിട്ടത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ അവതരിപ്പിച്ച സാഹചര്യം ഉണ്ട്. നിലവിൽ എന്താണെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം അമിത്ഷാ സഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം നിലവിൽ ബിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അമിത്ഷാ വരുന്നത് എന്നാണ് പറയുമ്പോഴും അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ കൃത്യമായി തന്നെ സഭയിൽ തെറ്റുപറ്റി പറഞ്ഞ് അതിൽ പ്രസ്താവന നടത്താതെ ഒരു ബില്ലും അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, സഭാ നടപടികളെ സഹകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം എന്താണെങ്കിലും ഉള്ളത്. രാവിലെ തന്നെ പാർലമെന്റ് കവാടത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും എന്ന വിവരം ലഭിക്കുന്നു. കാരണം കൃത്യമായി തന്നെ പ്രതിപക്ഷം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എതിരായ അവരുടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലും ആലോചനയിലുമാണ് ഉള്ളത്. അമിത്ഷാ സഭയിലെത്തിയാലും ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഒരു അയവും ഉണ്ടാകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി FCRA ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ബില്ലിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. ബില്ല് ഒരുപക്ഷെ മാറ്റിവെക്കാനുള്ള സാധ്യതയും ഈ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് വിവരമാണ്. കാരണം മണ്ഡലപുരം തന്നെ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂടുതൽ പിന്തുണ തരാനുള്ള നീക്കമൊക്കെ എന്താണെങ്കിലും സർക്കാർ നടത്തുന്നു. ഇന്നിപ്പോൾ സർക്കാരിലേക്ക് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് NCP അതോടൊപ്പം തന്നെ SP MPമാർ പോകുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. അവർ ഈ FCRA ഭേദഗതി ബിൽ ഒന്നുകിൽ മാറ്റിവെക്കണം അല്ലെങ്കിൽ JPCക്ക് അയക്കണം എന്ന ആവശ്യം ഉന്നയിക്കും എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും FCRA അതോടൊപ്പം തന്നെ മണ്ഡലപുരം തന്നെ അടക്കമുള്ള വിവാദ ബില്ലുകൾ ഇതിപ്പോൾ കൊണ്ടുവരുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം 13-ാം തീയതി വരെയാണ് ഈ സഭാ സമ്മേളനം ഉള്ളത്. അതിനിടയിൽ 2-3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ സമയത്തുള്ളിൽ മറ്റ് ബില്ലുകൾ കൂടെ അതിവേഗം പാസ്സാക്കാനുള്ള നീക്കം സർക്കാർ നടത്തുമോ എന്നൊക്കെ വലിയ ആകാംക്ഷയാണ്. എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നും സഭയിലെത്താത്ത വലിയ തരത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയാലും എന്താണെങ്കിലും സഭയിൽ ബഹളത്തിന് കുറവുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രതിപക്ഷം എന്താണെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അരുൺ. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു നോബൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡൽഹിയിൽ ഇന്ന് സംഭവ ബഹുലമാണ്. പ്രധാനമന്ത്രി ഇന്ന് അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയോധ്യ സംഭാവനക്കുള്ളയൊക്കെ ഇന്ന് പ്രതിപക്ഷം എടുത്ത് വീശാനുള്ള സാധ്യതയുണ്ട്. അതിനിടെ FCRA ബിൽ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്ന NCP SP മാരുടെ ആവശ്യവും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. അതടക്കം ഇന്ന് വാർത്തയായി മാറും. അപ്പോൾ ദില്ലിയിലാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം. നമ്മുടെ കണ്ണുകളെല്ലാം ദില്ലിയിലാണ്. പാർലമെന്റിൽ അമിത്ഷാ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഒരു വരവേൽപ്പ് നൽകുക എന്നുള്ളതാണ്. കാരണം ഈ വർഷകാല സമ്മേളനം തുടങ്ങി ഇത്ര ദിവസമായിട്ടും ഒരു ദിവസം പോലും അമിത്ഷാ സഭയിലേക്ക് എത്തിയിട്ടില്ല. വന്ദേമാതരം ബില്ല് പാസ്സാക്കുന്ന സമയത്തും അത് നിത്യാനന്ദ റോയിയെ ഏൽപ്പിച്ച് സഹമന്ത്രി ഏൽപ്പിച്ച് അമിത്ഷാ മുങ്ങുകയാണ് ചെയ്തത്. രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പൈലറ്റ് ചെയ്യേണ്ടിയിരുന്നത് അമിത്ഷായാണ്. അങ്ങനെ ബില്ലുകൾ പൈലറ്റ് ചെയ്യേണ്ടിയിരുന്ന അമിത്ഷാ അവിടെ എത്തിയിരുന്നില്ല.
ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ എത്തും, ലോക്സഭയിൽ എത്തും എന്നാണ് നമ്മൾ കരുതുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭാതലം ഇന്ന് ചൂടുപിടിക്കും.